ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത്? ഡിബേ മോഡലും അതിൻ്റെ കൺക്ലൂഷനും ആയിരുന്നു അല്ലേ? എന്താ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായത്? ഡിബേയുടെ കേസിൽ ഡിബേ ഓസിലേഷൻ എങ്ങനെ എടുത്തത്? ഓസിലേഷൻസ് ഓസിലേറ്റേഴ്സ് വൈബ്രേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി അറ്റ് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി. അതാരായിരുന്നു? ഐൻസ്റ്റീൻ അങ്ങനെയാണ് അസ്യൂം ചെയ്തത്. ബട്ട് ഡിബേ എങ്ങനെ എടുത്തത്? കുറച്ചും കൂടി പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി കൺസിഡർ സോളിഡ് ആസ് എ കണ്ടിന്യൂസ്ലി വൈബ്രേറ്റിംഗ് മീഡിയം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ? ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ ഫ്രീക്വൻസി ഹിയർ വി കൺസിഡർ given a spectrum of frequency, and that spectrum once the frequency distribution is known, then simply calculate the internal energy and hence the specific heat. അല്ലേ? അതേ അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? ഇൻറ്റേർണൽ എനർജിയുടെ ഇ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ന്യൂ ഡി ന്യൂ ഇൻറ്റു ഇ ഈക്വൽ ടു ഇൻ്റഗ്രൽ ആവറേജ് എനർജി ഇൻറ്റു ജി ന്യൂ ഡി ന്യൂ. ഇവിടെ ആവറേജ് എനർജി എത്രയാണ് എടുത്തത്? ആവറേജ് എനർജി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഇക്വേഷനാണ്. എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ അല്ലേ? എന്താണ്? എച്ച് ന്യൂ ഡിവൈഡ് ബൈ ഇ റേസ് ടു എച്ച് ന്യൂ ഡിവൈഡ് ബൈ കെ ടി മൈനസ് 1 അല്ലേ? അതാണ് ആവറേജ് എനർജി എന്ന് പറയുന്നത്. നമുക്ക് കിട്ടി ജി ന്യൂ ഡി ന്യൂ എന്തായിരുന്നു? ജി ന്യൂ ഡി ന്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? That is equal to 4 pi v into 1 by vl cube plus 2 by vt cube അല്ലേ? ഇൻ്റഗ്രൽ 0 to ന്യൂ ഡി ന്യൂ സ്ക്വയർ ഡി ന്യൂ. ഓക്കെ, അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് അസ്യൂം ചെയ്തത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3n അസ്യൂം ചെയ്തു അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈയുടെ ഇക്വേഷൻ കിട്ടും. ഈയുടെ ഇക്വേഷൻ എന്താ കിട്ടിയത്? 9n ഡിവൈഡ് ബൈ ന്യൂ ഡി ക്യൂബ് ഇൻ്റഗ്രൽ 0 to ന്യൂ ഡി എച്ച് അല്ലേ? എന്താണ്? എച്ച് ന്യൂ സ്ക്വയർ ന്യൂ ക്യൂബ് ഡിവൈഡ് ബൈ എക്സ്പോണൻഷ്യൽ എച്ച് ന്യൂ ഡിവൈഡ് ബൈ കെ ടി മൈനസ് 1 ഡി ന്യൂ. ദെൻ നമ്മൾ എക്സിന് വാല്യൂ ഒക്കെ കൊടുത്തു. എക്സിന് എക്സ് ഡി എന്നൊക്കെ എന്ത് കൊടുത്തു? എച്ച് ന്യൂ ഡി ബൈ കെ ടി. ഓർത്തിരിക്കുക, എക്സ് ഡി ഈക്വൽ ടു, അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ് ഡി ഈക്വൽ ടു എച്ച് ന്യൂ ഡി ബൈ കെ ടി. എച്ച് ന്യൂ ബൈ കെ ടി എന്ന് ഓർത്താൽ മതി. അതിനകത്ത് എക്സ് ഡി ആകുമ്പം എച്ച് ന്യൂ ഡി, കാരണം ഡിബേ മോഡലിനോട് ഇക്വേറ്റ് ചെയ്ത് ഡിബേ ഫ്രീക്വൻസിക്ക് ഇക്വേറ്റ് ചെയ്തൊരു എക്സ്പ്രഷൻ നമുക്ക് ബൈ ഹാർട്ട് അറിഞ്ഞിരുന്നാൽ ചിലപ്പോൾ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് ഡി ഈക്വൽ ടു എച്ച് ന്യൂ ഡി ബൈ കെ ടി. ദെൻ ഇ ഈസ് ഈക്വൽ ടു എന്താണ്? 9n കെ ടി ബൈ എച്ച് ന്യൂ ഡി ഹോൾ ക്യൂബ് കെ ടി ഇൻ്റഗ്രൽ എക്സ് 0 ടു എക്സ് ഡി ഈ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടി ഈയുടെ വാല്യൂ എക്സ് ഡിയുടെ ടേമിൽ തീറ്റ ഡിയുടെ ടേമിൽ കിട്ടിയേക്കുന്നത് ഓർത്തിരിക്കുക. 9n കെ ടി ഇൻ്റഗ്രൽ 9n കെ ടി ടി ബൈ തീറ്റ ഡി ഹോൾ ക്യൂബ് ഇൻ്റഗ്രൽ 0 ടു എക്സ് ഡി എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡി എക്സ്. അത് അറിഞ്ഞിരിക്കുക, എങ്കിലും നമുക്ക് ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ വാല്യൂ എത്രയാണ്, ലോ ടെമ്പറേച്ചറിൽ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും അല്ലേ? അപ്പം ഇൻ്റഗ്രൽ 0 ടു അത് ഹൈ ടെമ്പറേച്ചറിൽ എങ്ങനെ എടുത്ത് ടി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ തീറ്റ ഡി. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 ടു എക്സ് ഡി എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡി എക്സ് ഇതായി മാറും. ഇ റേസ് ടു എക്സ് മൈനസ് 1നെ നമുക്ക് ഇ റേസ് ടു എക്സിനെ എക്സ്പാൻഡ് ചെയ്ത് -1 ക്യാൻസലായി. ഇപ്പം നമുക്ക് എക്സ് ഡിനോമിനേറ്റർ കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് ഡി ക്യൂബ് ഡിവൈഡ് ബൈ 3 എക്സ് ഡി എന്താണെന്ന് നമുക്കറിയാം, തീറ്റ ഡി ബൈ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സി വി എടുത്തപ്പോൾ എന്ത് കിട്ടി? 3R ആയിട്ട് കിട്ടി അല്ലേ? ക്ലാസിക്കൽ റിസൾട്ടിന് ലോഗായിട്ടുള്ള റിസൾട്ട് കിട്ടി. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് കിട്ടിയേക്കുന്ന ലോ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും അതിൻ്റെ വാല്യൂ? ലോ ടെമ്പറേച്ചറിൽ എന്താ അതിൻ്റെ വാല്യൂ? ഇൻ്റഗ്രൽ 0 ടു എക്സ് ഡി എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ റേസ് ടു എക്സ് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് എഴുതി. ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇൻ്റഗ്രൽ 0 ടു എക്സ് ഡി അല്ല, ഇൻ്റഗ്രൽ അത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ എന്ത് വരും? പൈ റേസ് ടു 4 ഡിവൈഡ് ബൈ 15. ദെൻ നമുക്കതിനകത്ത് നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് റിസൾട്ട് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയേക്കുന്ന സി വിയുടെ വാല്യൂ ദാറ്റ് വൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. 12 divided by 5 into 5 pi raised to 4 nk t by theta d whole cube കിട്ടിയില്ലേ?
എന്താണ് സി വി ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു പൈ റേസ് ടു 4 എൻ കെ ഇൻറ്റു ടി ബൈ തീറ്റ ഡി. തീറ്റ ഡി എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ ഡി ഈക്വൽ ടു എന്താ തീറ്റ ഡി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എച്ച് ന്യൂ ഡി ബൈ കെ. എച്ച് ന്യൂ ഡി ബൈ കെ. ഓക്കെ, ഇത്രയും അറിഞ്ഞെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ദ ഡിബേറ്റ് ടെമ്പറേച്ചർ ഫോർ ഡയമണ്ട് ഈസ് 2230 Ka. Calculate the highest possible vibrational frequency and the molar specific heat of diamond at 10 Ka. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡിബേറ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് തീറ്റ ഡി ഈക്വൽ ടു 2230 Kelvin. T equal to then highest possible vibrational frequency and molar specific heat. എന്തൊക്കെ കണ്ടുപിടണം? ന്യൂ ഡി. ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ ഡി. ഡിബയുടെ മാക്സിമം ഫ്രീക്വൻസിയാണ് ന്യൂ ഡി. ദെൻ എന്ത് കണ്ടുപിടിച്ചിട്ട് അറ്റ് ഏത് ടെമ്പറേച്ചറിലാണ്? 10 T ഈക്വൽ ടു 10 K. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ ദ എക്സ്പ്രഷനിൽ നമുക്കറിയാം എച്ച് ന്യൂ ഡി ഈക്വൽ ടു തീറ്റ ഡി അല്ലേ? കെ ഇൻറ്റു തീറ്റ ഡി. അപ്പോൾ ന്യൂ ഡി എന്ത് വരും? കെ ഇൻറ്റു തീറ്റ ഡി ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഡിബേറ്റ് ടെമ്പറേച്ചറിൽ ന്യൂ ഡിയുടെ ഇക്വേഷൻ നമുക്കറിയാം. കെ തീറ്റ ഡി ബൈ എച്ച്. എല്ലാം തന്നിട്ടുള്ള വാല്യൂസ്. തീറ്റ ഡി തന്നിട്ടുണ്ട്. കെ കോൺസ്റ്റൻ്റ് ആണ്, എച്ച് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് കെ ഈക്വൽ ടു ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് വാല്യൂ എത്രയാണ്? 1.38 ഇൻറ്റു 10⁻⁻23 ഇൻറ്റു 2230 ഡിവൈഡഡ് ബൈ അല്ലേ എച്ച്. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എക്സ് വാല്യൂ എത്രയാണ്? 6.626 ഇൻറ്റു 10⁻34. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.64 ഇൻറ്റു 10⁻13. ഫ്രീക്വൻസിയാണ്. അപ്പോൾ എന്ത് വരും? (2⁻⁻1). സിമ്പിൾ അല്ലായിരുന്നോ? സിമിലർലി നമുക്ക് ഡിബേ സ്പെസിഫിക് മോളാർ സ്പെസിഫിക് ഹീറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലേ? ഡിബേ മോളാർ സ്പെസിഫിക് ഹീറ്റ് സി വി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? 12/5 പൈ റേസ് ടു 4 ആർ ഇൻറ്റു ടി ബൈ തീറ്റ ഡി ഹോൾ ക്യൂബ്. ടി ബൈ തീറ്റ ഡി ഹോൾ ക്യൂബ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുവാണ് 12/5 ഇൻറ്റു പൈ റേസ് ടു 4. പൈ വാല്യൂ 3.14. നമുക്ക് വേറെ എക്സ്പ്രഷൻ അറിയാവുന്നതിലേക്ക് കൊടുത്താലും മതി. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ 12 ഇൻറ്റു പൈ റേസ് ടു 4. ആറിൻ്റെ വാല്യൂ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് 8.31 ഇൻറ്റു 10 ക്യൂബ് ഡിവൈഡ് ബൈ 5 ഇൻറ്റു ടി എത്രയാണ്? 10 ഡിവൈഡ് ബൈ 2230 ഹോൾ ക്യൂബ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് അപ്പോൾ എന്ത് കിട്ടി? 0.175 ജൂൾ കിലോ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. ഓക്കെ, അപ്പോൾ ഇതാണ് സി ബിയുടെ വാല്യൂ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതുപോലൊരു പ്രോബ്ലം എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫോർ കോപ്പർ ദ ലാറ്റിസ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ ഹാസ് ദ ബിഹേവിയർ ഓഫ് സി വി lattice specific heat. Okay, CBL equal to 4.6 into 10⁻² into T cube joule kilomole raised to -1 Kelvin raised to -1. Estimate the debate temperature for copper. എന്തൊക്കെ തന്നിരിക്കുന്നത്? സി വി തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഡിബേറ്റ് ടെമ്പറേച്ചർ തീറ്റ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ടി തന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് അല്ലേ? അതിനകത്ത് നമുക്ക് തീറ്റ ഡി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷനകത്ത് നമുക്ക് തീറ്റ ഡി ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് തന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് നിന്ന് ഡിബേ തീറ്റ ഡി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ we know that the actual low temperature debye equation is given by CV equal to 12/5 pi raised to 4 r T by theta d whole cube. അപ്പം കമ്പയർ ചെയ്ത് 2 സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ എന്തായിരിക്കും? 2 സ്പെസിഫിക് ഹീറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ എന്തായിരിക്കും? 12 ഇൻറ്റു പൈ റേസ് ടു 4 ആർ ഡിവൈഡ് ബൈ ദെൻ 5 തീറ്റ ക്യൂബ് തീറ്റ ഡി ക്യൂബ് ഈക്വൽ ടു 4.6 ഇൻറ്റു 10⁻². ഓക്കെ, ഇൻറ്റു ടി എന്താ തന്നേക്കുന്നത്? ടി ക്യൂബ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ശരിയല്ലേ? ഇവിടെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്താ വരുന്നത്? ഇതിനെ ഈ ടി ക്യൂബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ നമുക്ക് തീറ്റ ഡി ക്യൂബും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇക്വേഷൻ ശരിയായില്ലേ?
12 ഇൻറ്റു അല്ലേ, ഇത് തന്നിരിക്കുന്നത് സി ബി ഈക്വൽ ടു 4.6 ഇൻറ്റു 10⁻² ഇൻറ്റു ടി ക്യൂബ് തന്നിരിക്കുന്നത്. അപ്പോൾ ടി ക്യൂബും കൂടെ ഉൾപ്പെടെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ ടി ക്യൂബ് കൊടുക്കുമ്പോൾ ബാക്കി ഇക്വേഷൻ എന്താ വരുന്നത്? 12 ഡിവൈഡ് ബൈ 5 π⁴ r ഡിവൈഡ് ബൈ തീറ്റ ഡി ക്യൂബ് ഈക്വൽ ടു 4.6 ഇൻറ്റു 10⁻². അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് തീറ്റ ഡി ക്യൂബ് കണ്ടുപിടിക്കാൻ മേലെ തീറ്റ ഡി ക്യൂബ് എല്ലാ വാല്യൂ നമുക്കറിയാം. 12 ഇൻറ്റു π⁴ r 8.31 ഇൻറ്റു 10³ ഡിവൈഡ് ബൈ 5 ഇൻറ്റു തീറ്റ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഡി അല്ല, ഇതിൻ്റെ സി ബിയുടെ വാല്യൂ 4.6 ഇൻറ്റു 10⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. Okay, then theta d equal to cube of this one is equal to 348 Kelvin. എങ്ങനെ ചെയ്തത് മനസ്സിലായില്ലേ? സി ബി തന്നിട്ടുണ്ട് അല്ലേ, സി ബി വിത്ത് റിലേറ്റഡ് വിത്ത് ടി ക്യൂബ് ആയിരുന്നു. സോ ഡയറക്റ്റ് ആയിട്ട് ടി ക്യൂബിലേക്ക് കൊടുത്തു, സി ബിയുടെ വാല്യൂ കിട്ടി, തീറ്റ ഡി കണ്ടുപിടിച്ചു. ദെൻ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. Estimate the Debye temperature of gold if its atomic weight is 197. The density is 1.9 into 10⁴ kilogram per meter cube and the velocity of the sound in it is 2001 meter per second. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ ഡി? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ ഡി അല്ലേ? തീറ്റ ഡിയുടെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തീറ്റ ഡിയുടെ വാല്യൂ നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ തീറ്റ ഡിയുടെ വാല്യൂവിന് തീറ്റ ഡിയുടെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. തീറ്റ ഡി ഈക്വൽ ടു h ഡിവൈഡ് ബൈ k 9n ഡിവൈഡ് ബൈ 12 π v ഹോൾ റേസ് ടു 1/3. നമ്മൾ കണ്ടുപിടിച്ച ഒരു എക്സ്പ്രഷൻ ഉണ്ട് തീറ്റ ഡിക്ക്. അപ്പോൾ ഈ എക്സ്പ്രഷനിലേക്കാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയത്തില്ല? വോളിയം അറിയത്തില്ല അല്ലേ? എന്നെന്ന് പറഞ്ഞാൽ എന്താ? അവഗാഡ്രോ നമ്പറാണ്. അപ്പം അതിനകത്ത് നമുക്കിവിടെ ഗോൾഡാണ്, അതിൻ്റെ അറ്റോമിക് വെയിറ്റ് തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ വെയിറ്റും വോളിയവും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ മാസും വോൾട്ടും തന്നിട്ടുള്ളത് കൊണ്ട്, അതിൻ്റെ വെയിറ്റും തന്നിട്ടുള്ളത് കൊണ്ട്, ഡെൻസിറ്റിയും തന്നിട്ടുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കതിനകത്തുനിന്ന് വോളിയം കണ്ടുപിടിക്കാം. ഗിവൺ അറ്റോമിക് വെയിറ്റ് ഓഫ് AU ഈക്വൽ ടു 197, റോ ഈക്വൽ ടു എന്താണ്? 1.9 ഇൻറ്റു 10⁴ kilogram per meter cube. Velocity of the sound is 2100 meter per second. Then what is the value of theta d? We know that the volume equal to mass divided by density. Okay, അപ്പോൾ നമുക്ക് മാസ്സായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 194 ഇവിടെ മിസ്റ്റേക്ക് വന്നതാണ്. 197 ഡിവൈഡ് ബൈ 1.9 into 10⁻⁴, that is equal to this one. Okay, then നമ്മൾക്ക് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കാം. തീറ്റ ഡി ഈക്വൽ ടു h ഡിവൈഡ് ബൈ k 9n ഡിവൈഡ് ബൈ 12 π v ഹോൾ റേസ് ടു 1/3. ഓക്കെ, അപ്പോൾ നമുക്ക് തീറ്റ ഡി വെലോസിറ്റിയുടെ എക്സ്പ്രഷനിൽ കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീറ്റ ഡി ക്യൂബ് എന്ന് പറഞ്ഞ് തന്നിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 2100 ഡിവൈഡ് ബൈ കെയുടെ വാല്യൂ 1.38 ഇൻറ്റു 10⁻⁻23 ഇൻറ്റു 9 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻26 ഡിവൈഡ് ബൈ 12 ഇൻറ്റു അല്ലേ പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ബിയുടെ വാല്യൂ എത്ര കിട്ടിയേക്കുന്ന 103.68 ഇൻറ്റു 10⁻⁻4 ഹോൾ റേസ് ടു 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 240 കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ്. ഇത്രയും ചെയ്ത് നോക്കുക.
നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ പ്രോബ്ലം തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.